ചെല്ലാനം തീരത്തെ രണ്ടാം ഘട്ട ടെട്രാപോഡ് കടൽ ഭിത്തിയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. കിഫ്ബിയിൽ നിന്ന് 404 കോടി രൂപ അനുവദിച്ച രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും ഇന്ന് നടക്കും. ഇടത് സർക്കാർ ചെല്ലാനത്തുകാർക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുകയാണ്. കണ്ണമ്മാലി ഭാഗത്ത് 6.1 കിലോമീറ്ററിൽ രണ്ടാം ഘട്ട ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിനാണ് ശനിയാഴ്ച തുടക്കമാകുന്നത്. പുത്തൻതോട് ബീച്ചിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. കിഫ്ബിയിൽ നിന്ന് 404 കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിനായി അനുവദിച്ചത്. ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെ 7.30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കോൺക്രീറ്റ് ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി പുനർനിർമ്മാണം, ബസാർ മേഖലയിലെ പുലിമുട്ട് ശൃംഖല ഉൾപ്പെടുന്ന പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 347 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ശേഷിക്കുന്ന 6.1 കിലോമീറ്ററിൽ കൂടി ടെട്രാപോഡ് ഭിത്തി ഉയരുന്നതോടെ 13.4 കിലോമീറ്ററിൽ ചെല്ലാനം തീരം കടലാക്രമണ ഭീഷണിയിൽ നിന്നും പൂർണ്ണ സുരക്ഷിതമാകും. ഇത്രയും ദൂരത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കുമ്പോൾ 1 കിലോമീറ്റർ ഭിത്തി നിർമ്മാണത്തിനായി ശരാശരി 66 കോടിയോളം രൂപയാണ് സർക്കാർ ചെല്ലാനത്ത് ചെലവഴിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണം 2023 പൂർത്തിയായിരുന്നെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിരുന്നില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടെട്രാപോഡ് നിർമ്മാണം മുതൽ പദ്ധതിയുടെ പൂർണ്ണ നിർവഹണം നടത്തിവരുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.